അപ്പൊ നമ്മളിന്ന് എന്തിനാ വന്നുള്ളത്? നമ്മളിന്ന് മീന് ചൂടാന് കരിമീൻ ഇട്ടാ കരിമീൻ. ആരൊക്കെ കൂടുതൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മളെ പുതിയ ആളാണ്. വേറെ സംഭവം ഉണ്ട്. 4 മണിക്കൂർ കഷ്ടപ്പെട്ട് പിടിച്ചൊരു കരിമീൻ ഉണ്ട്. എവിടെ കാണിച്ചാ? കാണിച്ചല്ല, അവിടെ പോയി കാണിക്കാം. എവിടെ കൊണ്ടുവച്ചിക്കണ്? മീൻ കയ്യിലാണ്. ഇതാ മീന്. അത് ശരി. വെള്ളമില്ലാതെ എങ്ങനെ ഇതാക്കുക? കണ്ടില്ലല്ലോ, ഒരൊറ്റോട്ടം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കണ്ട പെടക്കണ സാധനം, പെടക്കണ. ഞാൻ പിടിച്ച പരലോടാ. 4 മണിക്കൂർ ഞാൻ പിടിച്ച പരലതാ. കത്തിയോറിനോട് ഉണ്ട്. ഇത്ര പോന്ന മീനാണ്. ഞാൻ വലുതാച്ചിട്ടാ. അത് പോട്ടത്തിൽ അങ്ങനെ തന്നെ. ടൈമില്ലേ, 8 മണിക്കൂർ നിന്നിട്ട് 2 കിട്ടായിരുന്നു. 4 മണിക്കൂർ നിന്നിട്ടുള്ളൂ. 10 മൈദ എത്ര 250 ഗ്രാം മൈദ ഞാൻ ഒഴിവാക്കി. 10 രൂപയ്ക്ക്. അത് വിദഗ്ധമായി പിടിച്ചതാണ്. ഇനി നന്നാക്കണം അങ്ങോട്ട് പോണം. വഴിക്ക് പോണം. ഫാമിലി ഒക്കെ ഉണ്ട്. എവിടെ ഫാമിലി? ഇല്ലാത്തോടത്ത് വറകെടുത്തോ, അവിടെ കൊണ്ടേ കത്തിക്കുന്ന. ഇത് നിങ്ങൾക്ക് പേരെന്ന് പരിചയം. കഴുകിട്ട് ഇങ്ങോട്ട് വരാ, കഴുകിട്ട് ഇങ്ങോട്ട് വരാ. ഞാൻ നോക്ക്, ലൈറ്റ് പോകുന്നുണ്ട്. ഇതുവരെ റെഡി ആക്കിയിട്ടില്ല. ഇല്ല, അതിന് ക്യാമറമാൻ വന്നാലേ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. അത് ശരിയാ. ക്യാമറമാൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കയറുന്നു. അത് ശരി തന്നെ. ക്യാമറ അന്നെ എത്ര മണിക്കൂർ കഴിച്ചത്? 6 മണിക്കൂർ. രാവിലെ തുടങ്ങിയതാണ്. ഇതിന് നല്ല ഒരു മത്തി അടിച്ചു വരിക്കായിരുന്നു. ഞങ്ങൾ ഒരു ആത്മാർത്ഥ ഒരു 10 രൂപ മൈദ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. മീനിന്റെ സുഖത്തിനെക്കാട്ടിയും അവനാ പിടിച്ചു മീനിന്റെ രസം വരെ. അവിടെ കൊറേ ഉടയപ്പ് കളിച്ചു. എന്നിട്ട് പോയി അടി ഉറപ്പാ. എന്താണ് അവിടെ കുളിയാലേ? എവിടേക്ക് പോണത്? അപ്പൊ ഞങ്ങള് മീൻ കഴുകിയിട്ട് വരാം. അത് നടക്കുള്ളൂ. അവസാനം ഞങ്ങള് വെള്ളത്തിന്റെ അടുത്തെത്തി ഗായ്സ്. ട്രെയിനൊക്കെ പോകണ്ടത് ഞാൻ. മതി, ഇവിടുന്ന് വേ നോക്ക്. ഇനി എവിടുക്ക? കുഴപ്പമില്ല. അർത്ഥത്താ വെള്ളത്തിലിട്ട് നല്ല വലിപ്പുണ്ടല്ലേ. നമുക്കേ മീൻ ആദ്യം നമുക്ക് നന്നാക്കാം. ഇതെങ്ങനെ നന്നാക്കാ? ആദ്യം നമ്മളെ ഇതിന്റെ ചെളുക്ക് ഇങ്ങനെ പിന്നെ മീൻ ലാസ്റ്റ് തറാവോ? കാത്തി മൂർച്ച കഴിഞ്ഞ 10 കൊല്ലം പഴക്കമുള്ള കത്തിയാണ്. കണക്കത്ര വയസ്സായി ഇപ്പോ ആയിട്ടല്ലേ? അപ്പൊ അങ്ങനെ എന്നാ കുറച്ച് കുറക്കല്ലേ. എന്നാല് ഒരു 15-10 കൊല്ലം പഴക്കമുണ്ട്. വിശ്വസിച്ചില്ലേ? ഞാൻ കുറക്കണ്ടല്ലോ. കൈയൊക്കെ പൊളിഞ്ഞ് ആടോ. അപ്പോ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീരും ഇതിലേക്ക് നല്ല പിഴിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കൈ കൊണ്ട് കുഴച്ചാ എൻ്റെ കൈ നീറും. മിക്സ് ആക്കടാ. ഇതൊന്ന് മുച്ചടങ്ങായി മുറിയണ്ടേ. ആകെ ഒരു ഉത്തര നല്ല മിക്സ് ചെയ്യും. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യും. നല്ല സെറ്റപ്പ് ആവട്ടെ. 32 കിലോ ഉള്ള മീൻ തിന്നില്ല. ഇതൊക്കെ തുടങ്ങി നമ്മളിതിൽ വലുതായിട്ട് വരും. നല്ല അടിപൊളിയാക്കിട്ടേ സൂപ്പർ ആക്കിയിട്ട് ഞാൻ തേച്ച് ഉപ്പിട്ടാ. ഉപ്പൊക്കെ ഇട്ടണം. എന്താ പാട്? ഞാൻ നല്ല വൃത്തിയിൽ തച്ചാ എല്ലായിടത്തും എത്തിക്കോട്ടെ. അയ്യോ, ആ വരട്ട ഗ്യാപ്പിലേക്കൊക്കെ തടിച്ചിട്ടാ പോണം. മസാല പോകുന്നുണ്ട്. എല്ലായിടത്തും എത്തിക്കും. അതിൻ്റെ ഈ ഇതിലൊക്കെ എത്തിക്കും. അതിൻ്റെ മൗത്തിങ്ങിലൊക്കെ
അവിടെ മൗത്തിങ്. എന്താണ് ഇംഗ്ലീഷാണ് പറഞ്ഞത്? ദേശം മുളകട്ടാ. മുളക് അങ്ങനെ വേണ്ടത്, മുളക് മതി, നല്ല എരിവുള്ള മുളക് പൊടിയാ. ഈ സാധനമൊക്കെ എടുത്തതിൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്യേ. അത് എന്തിനാ നാരങ്ങക്കുരി അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നത്? ഞാൻ ഇതിൻ്റെ മറ്റേ ഇതിൻ്റെ ഭാഗത്ത് ചുണ്ടിൻ്റെ അവിടെ കുറച്ച് ടാപ്പിങ് ചെയ്താ ഓക്കെ. ടാപ്പിങ് ഇതെന്തിനാ പൊട്ടാൻ്റെ എൻ്റെ പോലെ എന്ന് വിളിക്കണത്? ഞാൻ ചെറിയ 2 പൊടി പല്ലുകളവിടെ. ഇതിനെങ്ങനെ കോർക്കുക? അത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാം. കരിമീൻ്റെ ഉള്ളിൽ. അപ്പോൾ മസാല അല്ല ദമ്മാക്കിയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നക്കല്ല, ആ കുറച്ച് മസാല ഉള്ളൂ. അപ്പോൾ എല്ലാം സെറ്റപ്പ് ആക്കി മഞ്ചോങ്കിരി ആക്കി വെച്ചിട്ടുണ്ട്. എടാ ഇത് പിടിച്ചാ നല്ല പിടിപ്പിച്ചാ നല്ല പോലെ തേക്ക്. പ്രേക്ഷകർക്ക് ഇതൊക്കെ ഭയങ്കര ഇതാണ്. ഇതൊരിതാണ് തേക്ക്. അങ്ങനെ തന്നെ. ഇതിനെ പറ്റി പറയുമ്പോ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കരിമീൻ ചൂടൽ. 32 കിലോ ഉള്ളപ്പോ കരിമീനാണ്. ഇന്ന വേറ്റ ആരും ചെയ്തിട്ടുണ്ടാവില്ല. എത്രയും വലിപ്പമുള്ള 32 ഗ്രാമല്ലേ? ഓക്കെ അല്ലേ? ഞാൻ സെറ്റ് ആവട്ടെ. അപ്പോഴേക്കിനാ തീൻ്റെ സെറ്റപ്പ് നോക്കാം. പിന്നെ ആ മീന പാത്രത്തിൽ വല്ല കിളിയും കൊത്തി കൊണ്ടുപോകണം നോക്കോ. പൊടി പാറാതെ പറഞ്ഞു കഴിഞ്ഞാലേ വിറക് അങ്ങനെ പൊടിയായിരുന്നു. നാരങ്ങ എന്തിനാ ലാസ്റ്റ് മുകളിൽ പീറ്റാളാട്ടാ. ഒന്ന് പൊത്തി പിടിച്ചെടുക്കാ. നിങ്ങളിപ്പോ അങ്ങോട്ടും നക്കി തുടച്ച് നിക്കാ. അതൊന്ന് സെറ്റപ്പ് ചെയ്താ. ഒരു യൂട്യൂബർമാരെ അത്രത് ഇതൊക്കെ വല്ല നല്ല യൂട്യൂബർമാര് കണ്ടാണ്ടല്ലോ ആട്ടും പിടിച്ചിട്ട്. എവിടുന്നാടാ ലേറ്റ് എന്താ ഗായ്സ്, ഇതൊക്കെ സെറ്റപ്പ് ആയതിന്റെ ശേഷം അടുത്ത് ചാലാക്കട്ടെ. അവരൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീൻ്റെ സെറ്റപ്പ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു വൃത്തി മെനയിലൊക്കെ ആക്കിൻ്റെ ചെക്കന്മാര്. അപ്പോൾ എഞ്ചിനീയറായി ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് നോക്കുന്നു. അപ്പോൾ സംഗതിയൊക്കെ ഉഷാറായിട്ടുണ്ട്. ഇനി തീ ചാലാവണം. അത് അരൂരല്ല, അതിന്റെ നടുവിൽ സംഭവം ഇനി ഒന്ന് തീ ചാലായി കഴിഞ്ഞാൽ ഒക്കെ റെഡിയായി. നല്ല കാറ്റുണ്ട് ഗായ്സ്, ഭയങ്കര കാറ്റാണ്. നൈസ് എടുക്കുന്ന കാറ്റടിക്കാതിരിക്കും. അങ്ങോട്ട് പോലെ എവിടക്കാപ്പ ഈ ഓടണത്? ലേറ്റർ തീരുമാനമായാണ്. എവിടുന്ന് മേടിച്ചാത്? തൂരക്കട കൊണ്ടിട്ട്. ഇത് 10ാം ക്ലാസ് പഠിക്ക് പോയി കേട്ട് കുട്ടികളുടെ പണ്ട് പാമ്പുളി കത്തിച്ചാൽ തീ വന്നിട്ടുണ്ട് ഗായ്സ്. ഒരാള് തീ നോക്കാം, മറ്റാള് കോൽമ കോർക്ക് കോല് ഇവിടെ വെച്ചിരുന്ന് പോയാ. പപ്പട കോൽമലാണ് ഞങ്ങളെ ഐറ്റം പരീക്ഷിക്കാൻ പോണത്. നിന്റെ അമ്മ കാണണ്ട, അമ്മ കാണാണ്ട് കട്ടുണ്ടോന്നാ. പിന്നെ അതിന്റെ മലദ്വാരത്തിൽ നിന്നുണ്ട് കയറ്റിക്കോ. എവിടുന്ന്? ആ മലദ്വാരം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതാ ഇവിടെ അപ്പൊ എന്നാ പറ്റില്ല, എന്നാ ഇവിടുന്ന് ഇതാക്കും. അയ്യോ ആകെ ഒരു ചെറിയൊരു കഷ്ണം, അല്ലെ അങ്ങോട്ടായിക്കോ പകുതി. മതി. ഞാൻ 2 പല്ലും കൂടി അതിന്റെ ഒപ്പം കയറ്റിക്കാം. ഇത് കൈകൊണ്ട് പിടിക്കണ്ട നീ പിടിക്കണം. അപ്പൊ ചൂടാവില്ല കമ്പി? കമ്പി ചൂടാവൂലേ? കമ്പി ചൂടാവും. അപ്പൊ എങ്ങനെ പിടിക്ക? ഞാൻ ഇതിന്റെ ഉള്ളിൽ അപ്പൊ എങ്ങനെ നിക്ക്? അതൊക്കെ ചാടും അതിന്റെ ഉള്ളിലേക്ക്. അപ്പൊ ഇത് തുളക്കാൻ പറ്റണില്ലേ? തൂരക്കിട്ട ആ ഒരു പല്ലൊന്നും വേണ്ടല്ലെങ്കിൽ അതൊക്കെ എന്നാ നന്നായിട്ട്. നാരങ്ങ കുത്തിയേക്കണ്ട. നാരങ്ങ ഒന്നും കുത്താതെ ഷവർമല്ലേ ആകെ. അപ്പൊ ആ തീന്റെ ആ ചുവപ്പണ്ട് പോയിക്കോട്ടെ. ഇനി പതുക്കെ കൈ പൊള്ളാത്ത ലെവലില്. അപ്പൊ എന്നാ വെക്കാൻ പോലെ
കത്തിച്ച് കരിക്കണ്ട, ഒരു ലേശം വിട്ട് പിടിച്ചാൽ, അല്ലാണ്ട് അതിക്ക് മുട്ടിച്ച് പിടിക്കണ്ട, ലേശം വിട്ട് പിടിക്ക്. ഇത് കൂട്ടി പിടിക്കടാ, ഇത് കൂട്ടി പിടിക്കുക. ഏയ് ആ ചൂടാകുമ്പോഴല്ലേ, ഞാൻ പിടിച്ചുതരാം കാണിച്ചാ. അങ്ങനെ നല്ല ചൂടുണ്ട്. അതിന് അങ്ങനല്ലേ പിടിക്കേ, ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ലൂസ് ചെയ്ത് പിടിക്കണം. നമ്മളെ ഹാഫ് വേവില് ഏടജിയായ മീൻ്റെ മസാല നക്കി തിന്നാ. എന്നതിന്റെ കൈമ കുറച്ചിട്ട് നക്കിയെടുത്തോ ഗായ്സ്. കൈ പൊള്ളുന്നുണ്ട് ഗായ്സ്. അതിന് എത്രയും പെട്ടെന്ന് നമ്മളൊരു എമർജൻസി സെറ്റപ്പ് കണ്ടുപിടിക്കണം. പിടിച്ചാ കയ്യോ പോയി ഗായ്സ്, കയ്യോ പോയി. ഒന്ന് കാണല വേണ്ടിന്ന് ശരിക്കും. ഇതാണ് കാട്ടിലെ ജീവിതം എന്ന് പറഞ്ഞ പോലത്തെ. എങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ കാട്ടിൽ ഇവിടെ ലോക്കായി കഴിഞ്ഞാൽ എങ്ങനെ ജീവൻ നിലനിർത്താം എന്നുള്ള സെറ്റപ്പിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. മുളകൊക്കെ മീൻ പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് എങ്ങനെയാന്ന് കൂടി കാണിച്ചു കൊടുക്കാം. അതെ, അവിടെ ഒക്കെ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ മീൻ പിടിക്കാന്ന് കാണിച്ചു കൊടുക്കാം. ഒരു മൈദ എടുക്കുക 10 രൂപ രാവിലെ. അപ്പൊ അവിടെ തീ എങ്ങനെ ഉണ്ടാക്കൂലേ? അപ്പൊ ഇതാണ് ഗായ്സ് മീൻപൊരി, അല്ല മീൻ ചുടലല്ല. കാറ്റ് അങ്ങോട്ട് പോയി അത്ര ഉപകാരമായി. ഇവിടെ ചെറുതല്ലോ അവിടെ അപ്പുറം കാണിച്ചാ. അതിപ്പോ പൊട്ടി പോരി മറ്റേ ഗായ്സ് ഒരു മീൻ ചാടിപ്പോയി. തിരിച്ചെടുക്കണ്ട, അത് നടക്കില്ല, ഉള്ള മീൻ പോട്ടോ. ലാസ്റ്റ് തേങ്ങ മൂടാവും. ആരങ്ങ പിയ്യാനായിട്ടില്ല. ആദ്യം ഒന്നും ലെവൽ എത്ര ആകെ കരിയൊക്കെ ആദ്യം കത്തിനടിച്ചാ ഒരു മിനിറ്റ്. അത് കുഴപ്പമില്ല, ടേസ്റ്റിനോടെ പോയാ. ഞാൻ നാരങ്ങ കാണിച്ചാ മോനെ. നമ്മൾ തീരെ എണ്ണ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻക്ലൂഡ് തന്നെയല്ലേ പറയാതിന്, അത് ചെയ്തിട്ടില്ല. തിരിച്ചാ നാരങ്ങ നീരാണ് ഇടക്കിടക്ക് ഇൻക്ലൂഡ് അല്ലേ, അല്ല ഏഡാണ്. അങ്ങനെയാണ് ആഡ് ചെയ്തില്ല. അല്ലാണ്ട് ഓവറാവണ്ട, ഓവറായിട്ട് സാധനം കയറും. ആ നാരങ്ങ കുരം തട്ടിക്ക. ഞാൻ തട്ടിത്തരാം. ഇവിടെ അപ്പുറത്തുണ്ടോന്ന്. അടാ നമുക്ക് മതിയോ? ഞാൻ അപ്പുറം. ഗായ്സ് നാളെ വയറിനും ശരീരത്തിനൊന്നും കുഴപ്പമില്ല വെച്ചാ നാളെ തീമ മുട്ടിച്ച് പിടിക്കല്ലേ. അപ്പം ഇനി ഇത് സെറ്റപ്പായി എടുത്തതിൻ്റെ ശേഷം വരാം. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? അതെ സെറ്റായി. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കുക. ഞാൻ തന്നെ കഴിക്കണല്ലേ. ഷാനിക്ക് അങ്ങനെ ഉണ്ട്. പന്നി പച്ച ചോയ. അപ്പൊ ഗായ്സ് നീ പരിപാടി മൂഞ്ചി. നാവിന്റെ രുചിയൊക്കെ പോയി. ഈ പന്നി ഒന്ന് തിന്നോക്കെ, എന്ത് കിട്ടിയാലും തിന്നൂലേ. പച്ച ചോയണേ. അപ്പൊ തൂർക്കടേ ആ നാരങ്ങ പീസ് എടുത്താ